Hi dears, welcome to our channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള പാൻകേക്കുമായിട്ടാണ്. ഈ പാൻകേക്ക് ഒന്ന് മൈദ കൊണ്ടും ഒന്ന് ഗോതമ്പ് പൊടി കൊണ്ടുമാണ് ഉണ്ടാക്കുന്നത്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം തന്നെ. 1/2 കപ്പ് മൈദ വേണം, 1/2 കപ്പ് ഗോതമ്പ് പൊടി, 2 മുട്ട, ഒരു ബനാന കട്ട് ചെയ്തത്, ഒന്ന് കട്ട് ചെയ്യാത്തത്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിൻ്റെ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പിന്നെ 1 കപ്പ് മിൽക്കും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ഒരു ബാറ്റർ രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മിൽക്കും കൂടി ആവശ്യമുണ്ട്. ആദ്യം തന്നെ നമുക്ക് മൈദ കൊണ്ടുള്ള പാൻകേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് നമുക്ക് ഒരു മുട്ട എടുത്ത് പൊട്ടിക്കാം. ഈ മുട്ട ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ആവശ്യമുള്ള മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സിയിൽ അടിച്ചെടുക്കുക, കാരണം ഇതിലേറെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. നമ്മൾ അടുത്ത ഗോതമ്പ് പൊടി നമ്മൾ മിക്സിയിലാണ് ചെയ്യുന്നത്. മിക്സിയിലെല്ലാം കൂടി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി. ഇപ്പം നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഈ ബനാന ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഈ ബാറ്ററിലൊന്ന് മിക്സ് ആക്കും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് ഒരു ബനാനയും കുറച്ച് ബാറ്ററും കൂടിയും കൂട്ടിയിട്ട് അതേപോലെ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. ഒരു ഭാഗം റെഡി ആയിട്ട് നമുക്ക് അപ്പുറത്തെ ഭാഗത്തൊക്കെ തിരിച്ചു കൊടുക്കാം. അതിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ബനാന പാൻകേക്ക്, കട്ട് ചെയ്ത ബനാന പാൻകേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ടുള്ള പാൻകേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. 1/2 കപ്പ് ഗോതമ്പ്,
ഒരു മുട്ട, 3-4 ടേബിൾ സ്പൂൺ. ഇത് കുറച്ച് ലൂസായിട്ടുള്ള മാവാണ്. അതിനനുസരിച്ചുള്ള മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഷുഗർ, നമ്മൾ ബനാന തൊലി കളഞ്ഞ് നമുക്കിതിലേക്ക് പീസായിട്ട് ഇട്ടെടുക്കാം. അപ്പോൾ അത് ഞാൻ നല്ലോണം മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടുള്ളൊരു മിക്സാണിത്. നല്ലോണം മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് ഗോതമ്പ് പൊടി കൊണ്ടുള്ള പാൻകേക്ക് ഉണ്ടാക്കി നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതങ്ങനെ ഈ ചെറിയ ചെറിയ ബബിൾസ് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും നല്ലോണം വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് പകർത്താം. അപ്പോൾ അതിന് നല്ലോണം ബബിൾസ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം.